റൂബൽ ഖാലിയിലേക്ക് ഒരു യാത്ര പോയാലോ? അതായത് എംടി ക്വാർട്ടറിലേക്ക്. സൗദിയിലും ഒമാനിലും യമനിലും UAE-ലുമായി പരന്നു കിടക്കുന്ന 6,50,000-ഓളം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള റൂബൽ ഖാലിയിലേക്കോ നമ്മൾ പോകുന്നത് UAE-ലെ ലിവയിലേക്കാണ്. അവിടെയാണ് നമ്മുടെ ന്യൂ ഇയർ ആഘോഷം നടന്നത്. ഷാർജയിൽ നിന്നും യാത്ര തുടങ്ങി ദുബായ്ക്കാരെയും അബുദാബിക്കാരെയൊക്കെ വഹിച്ചുകൊണ്ട് ലിവയിലേക്ക് ഏകദേശം 380-ഓളം കിലോമീറ്റർ യാത്രയുണ്ട്. ലിവ എന്ന് പറയുന്നത് അബുദാബിയുടെ തെക്കേ അറ്റത്ത് നിൽക്കുന്ന റൂബൽ ഖാലിയുടെ തുടക്ക പ്രദേശമാണ്. ലോകത്തിലെ തന്നെ വലിയ മണൽ കൂനകൾ, സാൻഡ് ഡ്യൂൺസ് ഉള്ള സ്ഥലങ്ങളിലൊന്ന്. ലിവ ഫെസ്റ്റിന്റെ അവസാന ദിനം ന്യൂ ഇയർ രാത്രി എല്ലാം കൊണ്ടും പ്രത്യേകം നിറഞ്ഞ സ്ഥലവും സമയവുമാണ്. ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറമാണ് ഇവിടുത്തെ മണലിന്. രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരിക്കും. കൂടാതെ ലിവ ഫെസ്റ്റിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്. 12 മണിക്കുള്ള ഫയർ വർക്ക്സും കാണാനുണ്ട്. നമുക്ക് റൂബൽ ഖാലിയെ കുറിച്ച് ചെറുതായി ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ 1000 കിലോമീറ്ററോളം നീളവും 500 കിലോമീറ്റർ വീതിയും ഉള്ള ഒരു പ്രദേശമാണ്. 800 മീറ്ററോളം ഉയരത്തിൽ വരെയുള്ള മണൽ കൂനകൾ നിറഞ്ഞതാണ്. ഏറ്റവും കുറഞ്ഞത് 200 മീറ്ററോളം വരുന്ന മണൽക്കൂനകളാണ്. ബദാസായിദിൽ നിന്നും ഭക്ഷണം കഴിച്ച് നമ്മൾ ഏകദേശം 2-2:30 കൂടി തന്നെ ലിവ ഫെസ്റ്റിന്റെ പ്രദേശത്തെത്തി. അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെ വണ്ടി കുറച്ച് മുന്നോട്ട് മാറ്റി പാർക്ക് ചെയ്ത് നടന്നാണ് നമ്മൾ ലിവ ഫെസ്റ്റ് ഭാഗത്തേക്ക് പോയത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മുരീബ് ഡ്യൂൺസിലുള്ള ഒരുപാട് വണ്ടികളുടെ സ്റ്റണ്ടിങ്ങും അതുപോലെ ഡ്യൂൺ ബാഷിങ്ങും ഒക്കെ. യാത്രകളെ സങ്കല്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമ്മുടെ ഹരിതാപവും പച്ചപ്പൊക്കെയാണ്. പിന്നെ കുറെ മഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷെ മരുഭൂമിയുടെ ഈ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിന് ലിവയിലെ ഈ ഒരു കാഴ്ചക്ക് വശ്യ സൗന്ദര്യം എന്നല്ല പറയേണ്ടത്, ഒരു വന്യ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് എന്നാണ് പറയേണ്ടത്. നടന്നു കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നടന്നും പിന്നെ ഇരുന്ന് കാണാനുള്ള ഇടത്ത് നിന്ന് ഇരുന്നു കൊണ്ടും നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ ഏകദേശം and it's just begun as she puts her hand in mine. We wanna chase the night.